എല്ലാവർക്കും നമസ്കാരം. സിറിയ വീണ്ടും അശാന്തമാവുകയാണ്. ബാഷർ അൽ അസദ് ഭരണത്തിന് നേരെ ഐസിസ് എക്സ് തീവ്രവാദിയെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ജൊലാനിയുടെ നേതൃത്വത്തിൽ നടന്ന തീവ്രവാദ ആക്രമണവും തുടർന്ന വിമത നീക്കങ്ങൾ സിറിയയിൽ അധികാരം പിടിക്കുകയും സിറിയയെ അവർ ഒരു പരമാധികാര റിപ്പബ്ലിക് എന്ന രീതിയിൽ അഡ്രസ്സ് ചെയ്യുകയും അതിൽ പിന്നീട് മറ്റു രാഷ്ട്രങ്ങളൊക്കെ അംഗീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ സിറിയയിലെ കാര്യങ്ങൾ വീണ്ടും മാറുകയാണ്. ഇത് നമ്മൾ പ്രതീക്ഷിച്ചതുമാണ്. സിറിയയിലെ ഭൂരിപക്ഷ സുന്നി ഗോത്ര വിഭാഗമായ ബദൂയിനികളും മതന്യൂനപക്ഷമായ ഡ്രൂസ് എന്ന ദുറൂസികളും തമ്മിൽ വലിയ സംഘർഷങ്ങൾ നടക്കുകയാണ് സിറിയയിൽ. ഐസിസിൻ്റെ അടക്കമുള്ള പിന്തുണയോടെ കൂടി ന്യൂനപക്ഷ വിഭാഗമായ ഡ്രൂസിനെ കൊന്നുതള്ളാൻ, വംശഹത്യ നടത്താൻ ഭൂരിപക്ഷ സുന്നി ഗോത്ര വിഭാഗം ശ്രമിക്കുന്നു എന്ന ആരോപണം ശക്തമാണ്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇസ്രായേൽ അടക്കമുള്ള രാഷ്ട്രങ്ങൾ സിറിയയെ ആക്രമിക്കുന്ന രീതിയിലേക്ക് കടന്നിട്ടുമുണ്ട്. ദമാസ്കസിൽ ഉൾപ്പെടെ ഇന്നലെ അവരുടെ സൈനിക താവളത്തിലടക്കം ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിട്ടു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് ഈ ഡ്രൂസ് ജനവിഭാഗം. എന്തായാലും ഈ വിഷയത്തിൽ എന്താണ് സിറിയയിൽ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് അവിടെ വംശഹത്യ എന്ന് വിളിക്കപ്പെടുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരവുമായി എത്തുകയാണ് ആരിഫ് ഹുസൈൻ തെരുവത്ത്. നിലവിലിപ്പോൾ നമ്മൾ ആരും കരയാത്തൊരു വിഷയമാണ് അവിടെ സിറിയയിൽ, സൗത്ത് സിറിയ റീജിയനിൽ അവിടെ ഡ്രൂസുകൾക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന വംശഹത്യ എന്ന് തന്നെ പറയുന്ന സംഗതി. വംശഹത്യ എന്ന് പറയുന്ന ഒരു വിഷയം നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളൊരു വാക്കാണ്. അത് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ഇപ്പോൾ അവിടെ അഫ്ഗാനിസ്ഥാനിൽ അവർ നേരിടുന്ന വിഷയത്തിൻ്റെ പേരിലോ, അല്ലെങ്കിൽ യസീദികൾ നേരിട്ടുള്ള പ്രശ്നത്തിൻ്റെ പേരിലോ, അതല്ലെങ്കിൽ അസർബൈജാൻ ആർമേനിയ ആ വിഷയത്തിൻ്റെ പേരിലോ ഒന്നുമല്ല. അത് ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്നത് ഒരിക്കൽ പോലും ജനോസൈഡ് നടക്കാത്ത, അങ്ങനെ ഒരു സംഭവമേ ഇല്ലാത്ത ഇസ്രായേൽ ഹമാസ് വിഷയം, അതിൻ്റെ പേരിലാണ് നമ്മൾ കേട്ടിട്ടുള്ളൂ. അതായത് ജനോസൈഡ് നടക്കുന്നില്ല എന്ന് മാത്രമല്ല, അതിന് നേർവിപരീതമായിട്ട് കാലങ്ങൾ കൊണ്ട് അവിടുത്തെ പോപ്പുലേഷൻ ക്രമാതീതമായി വർദ്ധിച്ചു എന്നതിന് കൃത്യമായി തെളിവുള്ള ഒരു സ്ഥലത്ത് ജനോസൈഡ് ഉണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടി തത്രപ്പെടുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ കണ്ണിൻ്റെ മുന്നിൽ ഇതുപോലെ ഒരു ഡ്രൂസ് വംശജരായിട്ടുള്ള ആളുകളെ സിറിയയിലുള്ള ഇപ്പോഴത്തെ ആ ജോലാനിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം അവിടെ ഇടപെട്ട് അവരെ കൊന്നു തള്ളുന്നൊരു കാഴ്ച ഉണ്ടായിട്ട് അതിനകത്ത് ഒരു ശബ്ദം പോലും ഈ ജനോസൈഡ് എന്ന പേരിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേരിലോ മനുഷ്യൻ കൊല്ലപ്പെടുന്നു എന്നതിൻ്റെ പേരിൽ പോലും ഇവിടെ കാണുന്നില്ല. ആ വിഷയം പോലും ഇവിടെ ആരും അഡ്രസ്സ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. മീഡിയ പോലും അത് വേണ്ട രീതിയിൽ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ളൊരു യാഥാർത്ഥ്യം. അപ്പോൾ ഈ ഡ്രൂസ് എന്ന വിഭാഗം അത് ഇതുപോലെ ഒരു അറ്റാക്കിംഗ് നേരിടുന്ന ഒരു ഘട്ടത്തിൽ അവർക്ക് രക്ഷയായിക്കൊണ്ട് എത്തുന്നത് ആരാണ്? നിലവിൽ അത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം മാത്രമേ എത്തുന്നുള്ളൂ. അതോടൊപ്പം മിഡിൽ ഈസ്റ്റിലുള്ള പല അറബ് രാജ്യങ്ങളും അവർക്ക് പരോക്ഷമായൊരു സപ്പോർട്ടും കൊടുക്കുന്നു. പ്രത്യേകിച്ച് UAE പോലെയുള്ള രാജ്യങ്ങൾ അവർക്ക് പരോക്ഷമായിട്ടുള്ളൊരു ഒരു മൗനസമ്മതം കൊടുത്തിരിക്കുകയാണ് ഇതിൽ ഇടപെടാൻ എന്നും കൂടി അതും കൂടി നമുക്ക് കാണാൻ കഴിയും. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഡ്രൂസ് വംശജർ എന്ന് പറയുന്നത് അവരുടെ സ്വന്തം ജനതയുടെ ഒരു എക്സ്റ്റൻഷനായിട്ടാണ് അവർ കാണുന്നത്. ഇസ്രായേലിൽ തന്നെ ഒരുപാട് 1-2 ലക്ഷത്തിന് മേലെ ആളുകൾ ഇതുപോലെ ഡ്രൂസ് വംശജരായിട്ടുള്ള ആളുകൾ ജീവിക്കുന്നുണ്ട്. അവരുടെ ബന്ധുക്കളായിട്ടുള്ളവരും അവരുടെ മറ്റ് പല കൂട്ടത്തിൽപ്പെട്ടുള്ള ആളുകൾ തന്നെയാണ് ഈ ലെബനോൺ റീജിയനിലും അതുപോലെ സിറിയയിലൊക്കെ ജീവിക്കുന്നത്. അപ്പോൾ ഈ വംശജരായിട്ടുള്ള ആളുകൾ അവരുടെ ഒരു വിശ്വാസപരമായിട്ടുള്ള വ്യത്യാസമാണ് ഇതിനകത്ത് അവരെ വ്യത്യസ്തരാക്കുന്നത് പ്രധാനമായിട്ട്. കാരണം ഇവർ മുസ്ലിങ്ങളല്ല യഥാർത്ഥത്തിൽ, പക്ഷേ ഇസ്ലാമിൽ നിന്നും വേരറ്റുപോയി. എന്നാൽ ചില രീതികളൊക്കെ ഇസ്ലാമിൻ്റെതും പിന്നെ ഒരുപാട് രീതികൾ ഈ സിഖ് വംശജരായിട്ടുള്ള ആളുകളുടെ വിശ്വാസങ്ങൾ, അതുപോലെ നമ്മളുടെ ഹിന്ദു മത വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇപ്പോൾ വൈഷ്ണവർ അതല്ലെങ്കിൽ ശാക്തേർ എന്നൊക്കെ പറയുന്ന ആ കൂട്ടത്തിലുള്ള ആളുകളുടെ ചില വിശ്വാസത്തിൻ്റെ രീതികളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു മിക്സ്ഡ് ആയിട്ടുള്ളൊരു രൂപമാണ് സത്യത്തിൽ ഈ ഡ്രൂസ് വംശജരുടെ വിശ്വാസം എന്ന് പറയുന്നത്. അവർ ഒരു മോണോത്തിസ്റ്റിക് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതോടൊപ്പം അവർക്ക് കിതാബുകളില്ല, പുസ്തകങ്ങളില്ലാതെ മതം കൊണ്ടു നടക്കുന്ന ആളുകൾ. അതുപോലെ തന്നെ കൺവേർഷൻ എന്ന് പറയുന്ന ഒരു സംഭവമില്ല. ഇനി ആർക്കെങ്കിലും ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അവർ എൻടൈറ്റിൽഡ് ആകണം, എന്നാൽ മാത്രമേ അവർക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള വിശ്വാസം കൊണ്ട് നടക്കുന്ന ആളുകളാണ്. വളരെ സമാധാനപൂർവ്വം ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്. എന്ന് വെച്ചാൽ അവർ മത തീവ്രവാദത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വയലൻസ് ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളുകളെ അല്ല. ഇനി ഇവരിൽ പെട്ടിട്ടുള്ള ഒരു വ്യക്തി ഈ അടുത്ത ദിവസം ഇസ്ലാമിക ചില സംഗതിയിലേക്ക് ആകർഷനായിക്കൊണ്ട് ഇസ്രായേലിൽ തന്നെ എയർപോർട്ടിൻ്റെ ഭാഗത്താണെന്നാണ് എൻ്റെ ഓർമ്മ, അവിടെ ഒരു അറ്റാക്ക് നടത്തി, ഒരു വെടിവെപ്പ് നടത്തുകയും കത്തിക്കുത്ത് നടത്തുകയൊക്കെ ചെയ്തിട്ട് അവിടെ ആ സംഭവം ശ്രദ്ധയപ്പെട്ടപ്പോൾ ഈ ഡ്രൂസ് വംശജരിൽ പെട്ടിട്ടുള്ള പ്രധാന നേതാക്കൾ പറഞ്ഞ എന്താണ്, അയാളുടെ ശവം ഞങ്ങൾ സംസ്കരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ശവത്തെ പോലും തിരസ്കരിക്കുന്ന ഒരവസ്ഥ പോലും നമ്മൾ കാണുകയാണ്. എന്ന് വെച്ചാൽ വയലൻസിനോടും ഇത്തരത്തിലുള്ള വിഭാഗീയതകളോടും അത്തരം കാര്യങ്ങളോട് അവരെടുക്കുന്ന സമീപനം മാതൃകാപരമാണ്. എന്ന് വെച്ചാൽ അത് ഒരു തരത്തിലും വെച്ച് പൊറുപ്പിക്കാത്ത
ഏതൊരു കൂട്ടം ആളുകളാണ് ഈ പറയുന്ന ഡ്രൂസ് വംശജർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആളുകളെയാണ് അവർ നടത്തിയിരുന്ന പീസ്ഫുൾ ആയിട്ടുള്ള പ്രൊട്ടസ്റ്റ്. കാരണം അവർ സിറിയയിൽ ജീവിക്കുന്ന വേളയിൽ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ കൊടിയ വിവേചനങ്ങളാണ്. അതായത് ഇപ്പോൾ ഇസ്രായേലിൽ അപ്പാർട്ടൈഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഇസ്രായേലിൽ ഡ്രൂസ് വംശജരായിക്കോട്ടെ, അറബികളായിക്കോട്ടെ, നിരീശ്വരവാദികളായിക്കോട്ടെ, ഹോമോ സെക്ഷൽ ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ, ആര് തന്നെ ആയാലും അവർക്കെല്ലാം തുല്യമായ അവകാശത്തോടുകൂടി ജീവിക്കുന്ന ഒരു സ്ഥലത്തെയാണ് ഇവരെപ്പോഴും അപ്പാർട്ടൈഡ് എന്ന് വിളിക്കാറ്. എന്ന് വെച്ചാൽ വിവേചനം അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് അവിടെ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നാൽ അവിടെ നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ കൃത്യമായ വിവേചനം നടക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഈ പറയുന്ന ഡ്രൂസ് വംശജർ സിറിയയിലുള്ള. കാരണം അവർക്ക് ഇക്കണോമിക്കലായിട്ടുള്ള മറ്റു പല റെസ്ട്രിക്ഷൻസും സൊസൈറ്റിയിലായിട്ടുള്ള പല റെസ്ട്രിക്ഷൻസും ഫേസ് ചെയ്യുന്ന ആളുകൾ, ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആളുകൾ ഫേസ് ചെയ്യുന്നു. അപ്പോൾ ഡ്രൂസ് വംശജരോടൊപ്പം തന്നെ ഇതേപോലെ വേട്ടയാടപ്പെടുന്ന മറ്റ് മൈനോറിറ്റിയിൽ ഉള്ള ആളുകളും കൂടി, ആലവൈറ്റുകളും അതുപോലെ തന്നെ ക്രിസ്ത്യൻ സമുദായം, ഇവരെല്ലാം ഇവിടെ സിറിയയിൽ ആക്രമണത്തിന് ഇരയാവുന്നതാണ്. കാരണം അവിടെയുള്ള ഭൂരിപക്ഷം, ഇപ്പോൾ അവിടെ ഭൂരിപക്ഷത്തിൽ അല്ലെങ്കിൽ ഭരണപക്ഷത്തിരിക്കുന്ന ഈ ജോലാനി അല്ലെങ്കിൽ HDSൻ്റെ നേതാവ് എന്നൊക്കെ പറയുമ്പോൾ അവർ സുന്നി വിശ്വാസമാണ്, തീവ്രമായ ഇസ്ലാമിക ആശയം, ഒരു എക്സ് ജിഹാദി തന്നെയാണ് ഈ പറയുന്ന ജോലാനി എന്ന് പറയുന്നത്, ഷറ എന്ന് പറയുന്ന ആൾ. അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ അവരിത് ചെയ്തു വെക്കുന്നത് ഇവർക്കെതിരെ നിൽക്കുന്നു എന്നതിൻ്റെ അപ്പുറവും ഈ സർക്കാരിനെ എപ്പോഴും മുൾമുനയിൽ നിർത്തുന്നു, അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, അവരുടെ റിഫോം പോരാ എന്ന് പറയുക, അതിനെ പ്രൊട്ടസ്റ്റ് ചെയ്യുക, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് വരിക, ഇതെല്ലാം അക്രമരഹിതമായ വഴികളിലൂടെ ചെയ്യുന്ന ഒരു കൂട്ടമാണ് ഡ്രൂസ് എന്നിരിക്കുക. അവരെ ഒതുക്കുക, അവരെ ഇതിലേക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, ഒരു ഏകാധിപത്യ ശ്രമം ഇത് തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് അവർ എടുക്കുന്ന വഴി എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള വംശഹത്യാപരമായിട്ടുള്ള വഴികൾ തന്നെയാണ്. എന്ന് വെച്ചാൽ അവിടെ കൂട്ടത്തോടെ കൊന്നു തള്ളുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ അവർ ചെയ്യുന്ന ചില ചിത്രങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു സിഖ് ജനതയിൽപ്പെട്ടിട്ടുള്ള ഒരു കൂട്ടം ആളുകളെ പിടിച്ചു നിർത്തി, അല്ലെങ്കിൽ നമ്മുടെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ ഒരു ഹിന്ദുത്വ തീവ്രവാദി പിടിച്ച് നിർത്തിയിട്ട് അവൻ്റെ മീശ ഉണ്ടാവില്ലല്ലോ, താടി പഠിച്ച് കളഞ്ഞു എന്ന് വിചാരിക്കുക. എന്തായിരിക്കും നമ്മളതിനെ കാണുക? അത് അവരെ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്നതിന് തുല്യമാണെന്നാണ് നമ്മൾ പറയുക. അല്ലെങ്കിൽ ഒരു സിഖുകാരനെ പിടിച്ച് അവൻ്റെ ടർബൻ അഴിക്കുന്നു, അവരുടെ താടി പഠിച്ച് കളയുന്നു, വെട്ടി കളയുന്നു എന്ന് നമ്മൾ പറഞ്ഞാൽ അത് അവർ ഹ്യൂമിലിയേറ്റ് ചെയ്യാണ്. കാരണം അവരുടെ ആ മത ഐഡൻറ്റിറ്റിയാണ് നമ്മളവിടെ അതിനെ ഒബ്ലിറ്ററേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതെന്നാണ് നമ്മൾ പറയാം. ഇത് തന്നെയാണ് ഇപ്പോൾ അവിടെ ജോലാനിയുടെ നേതൃത്വത്തിൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഡ്രൂസ് വംശജരുടെ പ്രത്യേകത അവർക്ക് ലോങ് താടി ഒക്കെ വെച്ചിട്ട് നടക്കുന്ന ആളുകളാണ്. അത് പച്ചയ്ക്ക് അവിടെ നിർത്തി വടിച്ചു വിടുക, ഇതാണ് അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് കാണാൻ കഴിയുക ജൂതന്മാർക്കുണ്ട്. ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ജൂതന്മാർക്ക് ഈ പറയുന്ന താടിയൊക്കെ വെച്ച് നടക്കുന്ന ആളുകളാണ്. അവർ ഹിറ്റ്ലറുടെ കീഴിൽ അവിടെ യൂറോപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് ഹിറ്റ്ലറിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ ചെയ്തിരുന്നത് ഇത് തന്നെയാണ് ജൂതന്മാരോട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഫാഷിസ്റ്റുകൾ ചെയ്യുന്ന സംഗതികൾ ചെയ്യുന്നത് ഈ ഇസ്ലാമിൻ്റെ കീഴിലും ഈ പറയുന്ന ഹിറ്റ്ലർ ചെയ്ത സാധനങ്ങൾ കോപ്പി ചെയ്തത് ഇതേ കൂട്ടം ആളുകളുമാണെന്നാണ് നമുക്ക് വീണ്ടും ഇവിടെ ആധുനിക ലോകത്ത് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പോലും നമുക്ക് കാണാൻ പറ്റുന്നു എന്നതാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയും. എന്നിട്ടും ഹിറ്റ്ലർ ചെയ്ത കാര്യങ്ങൾ പോലും അതേപോലെ ചെയ്യുന്ന കാര്യങ്ങൾ, അത് കൂട്ടക്കൊലകൾ അടക്കം അവിടെ നടന്നിട്ടും നമ്മൾ മിണ്ടുന്നില്ല എന്ന് വരുന്നിടത്ത് ഈ മൗനം അത് കുറ്റകരമാണ്. ഇതിനകത്ത് നമ്മൾ കാണിക്കുന്ന ഇരട്ടത്താപ്പുകൾ കൂടുതൽ എക്സ്പോസ് ചെയ്യപ്പെടുകയാണ്. നിങ്ങൾ മാനവികതയ്ക്ക് ഒപ്പം നിൽക്കുന്ന ആളുകളാണ്. ജനോസൈഡ് നിങ്ങൾക്ക് വലിയ വിഷമുണ്ടാക്കുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഡ്രൂസ് ജനത നേരിടുന്ന ആ ജനോസൈഡിനെതിരെയും നിങ്ങൾക്ക് സംസാരിക്കാനും ശബ്ദമുയർത്താനും, ഒന്നില്ലെങ്കിൽ ഒരു ഞെരുക്കമെങ്കിലും കേൾപ്പിക്കാൻ അതിന് നിങ്ങൾക്ക് സാധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന ഈ പറയുന്ന സംഗതികളെല്ലാം വെറും പൊറാട്ട് നാടകം മാത്രമാണെന്നേ നമുക്ക് അതിനകത്ത് പറയാനുള്ളൂ.